നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് മുകേഷ് അംബാനി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പെട്രോളിയം കമ്പനി മുതൽ ടെലികോം, റീറ്റെയിൽ മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ശരിക്കും ഒരു അതിരുമില്ല. ഗ്രീൻ എനർജി വരെയുള്ള മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനിയുടെ അധികമാരും അറിയാത്ത വിജയഗാഥകളും ഏറെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ കയറ്റുമതിക്കാരാണ് റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. ഒന്നും രണ്ടും ഏക്കറിലല്ല, 600 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന മാമ്പഴത്തോട്ടമാണ് റിലയൻസ് ഗ്രൂപ്പിനുള്ളത്. ധീരുഭായ് അംബാനി ലഗി ബാഗ് അമ്രായി എന്ന പേരിലുള്ള തോട്ടത്തിൽ ഏകദേശം 1.3 ലക്ഷത്തിലധികം മാവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ തോട്ടം ഉണ്ടായത് അടുത്ത കാലത്തൊന്നുമല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം പഴക്കമുള്ള സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് ഈ മാമ്പഴത്തോട്ടവും അവിടുത്തെ കൃഷിയും. ഈ കഥ നടക്കുന്നത് ഏതാണ്ട് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. 1997 കാലഘട്ടത്തിൽ ജാംനഗറിലെ റിലയൻസിന്റെ റിഫൈനറി ഗുരുതരമായ മലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് റിഫൈനറിക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഇതോടെയാണ് റിഫൈനറിയുടെ ചുറ്റുമുള്ള തരിശുഭൂമിയിൽ കൃഷി നടത്താനുള്ള പദ്ധതിയുമായി റിലയൻസ് രംഗത്ത് വന്നത്. എന്നാൽ ഇവിടെ കൃഷി അത്ര എളുപ്പമായിരുന്നില്ല. വരണ്ട മണ്ണ്, ഉയർന്ന ലവണാംശം തുടങ്ങിയ വെല്ലുവിളികളെ വിവിധ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറികടന്നാണ് ഇവിടെ കൃഷി സാധ്യമാക്കിയത്. തോട്ടത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാനായി ഡീസലൈനേഷൻ പ്ലാന്റും റിലയൻസ് സ്ഥാപിച്ചിരുന്നു. 200-ലധികം മാവ് ഇനങ്ങളാണ് ഈ തോട്ടത്തിൽ ഇപ്പോഴുള്ളത്. ഇന്ത്യൻ ഇനങ്ങളായ കേസർ, അൽഫോൻസോ, രത്ന, സിന്ധു, നീലം, അമ്രപാലി തുടങ്ങിയവയും ഇവിടെയുണ്ട്. പ്രതിവർഷം 600 ടൺ ഉയർന്ന നിലവാരമുള്ള മാമ്പഴങ്ങളാണ് തോട്ടത്തിൽ വിളയുന്നത്. ആഭ്യന്തര തലത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ ഡിമാൻഡാണ് ഈ മാമ്പഴങ്ങൾക്ക് ലഭിക്കുന്നത്. എന്തായാലും കൈവച്ച മേഖലകളിലെല്ലാം വിജയം സ്വന്തമാക്കിയിട്ടുള്ള അംബാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയും കീഴടങ്ങി എന്നതാണ് പ്രത്യേകത. എന്നാൽ അതൊരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയായിരുന്നു എന്നതാണ് ഈ വിജയത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. മാമ്പഴ കൃഷിയിലെ അംബാനി വിജയം കൂടുതൽ പേർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്ന കാര്യമാണ്.